ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഹോം ടൂറിൽ കാണിക്കുന്നത് എൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ അനന്തപുരത്തെ വീട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, ഇത് ആങ്ങളേറെ വീടല്ലേ എന്ന് ഒരു ചോദ്യം. ഞാൻ മുന്നേ ഇതേപോലെ എൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ബ്രദറിൻ്റെ വീടല്ലേ എന്ന്. ബ്രദർ വീട് പണിത് എന്നാലും നമുക്ക് നമ്മുടെ വീടല്ലാണ്ടാവില്ലല്ലോ അല്ലേ. നമ്മുടെ ഒരു കുഞ്ഞ് വീടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അമ്മയുടെ ആവശ്യപ്രകാരമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഒരു വലിയ വീട് പണിത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഈ ഒരു കൊച്ചു വീട് പൊളിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വീട് പണിതത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ വീട് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയാൻ പറ്റുള്ളൂ എന്നല്ല, ഇത് ഞങ്ങളും അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഹോം ടൂർ കുറേ നാളായി ഇടണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു 2 സെൻറ്റോളം സ്ഥലമുണ്ട്, വഴി പോലെ കേട്ടോ. അത് നമ്മുടെ സ്ഥലം തന്നെയാണ്, റോട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് വീടിൻ്റെ തെക്കോട്ടാണ് മുഖം കേട്ടോ. അങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇറയം, അല്ലെങ്കിൽ എന്താ പറയുക, സിറ്റ് ഔട്ട് എന്ന് പറയാം. ഇവിടെയൊക്കെ ചെടിയൊക്കെ വയ്ക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നാത്തൂനിങ്ങനെ വെച്ചൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ടില്ല, ചെടിച്ചട്ടിലേക്കൊന്നും ആക്കിയിട്ടില്ല. എല്ലാതും കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അതൊന്ന് പൊടിപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നേരെ കയറിച്ചില്ല. വാതിൽ ഏത് മരാന്നൊന്നും എനിക്കത്ര അറിയില്ല, ഇനി പറഞ്ഞിട്ട് തരുന്നു, അത് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇവിടെ ജനലേക്കുള്ള സ്പേസ് ഇല്ല, അപ്പോൾ ചെറിയൊരു ഗ്ലാസ് ഇട്ടേക്കാണ്. അവിടെ ജനലേക്കുള്ള സ്പേസ് കൊടുത്തിരുന്നു, പിന്നെ അത് മാറ്റിയാണ് ഉണ്ടായത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കോണിപ്പടി സ്റ്റെയർ കേസ് വരുന്നത് കൊണ്ട് അത് പിന്നെ അങ്ങനെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഒരു കതക് തുറക്കണത് തന്നെ നമ്മുടെ സ്റ്റെയർ കേസാണ്. അത് അങ്ങനെ ഒരു ചെറിയ ഒരു മൈനസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും, പക്ഷേ കോണിപ്പടിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹോളിൻ്റെ സ്പേസ് പോയി കിട്ടിയിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചെറിയൊരു റൂമിൻ്റെ സ്പേസ് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ സ്പേസ് പോയിട്ടില്ല. ആ സ്പേസ് ആണെങ്കിൽ നമുക്ക് ടി വി വെക്കാനും അവിടെ ഒരു കബോർഡ് വർക്കിനും ഉള്ള ഒരു സ്ഥലമായിട്ട് സെറ്റാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഫർണിച്ചറൊന്നും വാങ്ങിച്ചിട്ടില്ല, വീടിൻ്റെ ഫുള്ള് പണിയങ്ങോട്ട് കഴിഞ്ഞിട്ടും ഇല്ല. എന്നാലും ഞാനത് ഒന്ന് കാണിക്കുന്നു മാത്രം. ഇത് ആദ്യത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഒരു ചെറിയൊരു ബെഡ്റൂമും കൂടി ഉണ്ട്. പിന്നെ ഇതാ നേരെ കാണേണ്ടതാണ് അടുക്കള ഇപ്പോഴത്തെ കേട്ടോ. ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, കുഞ്ഞ് സ്പേസ്, ഇതായിരുന്നു മുന്നേ അടുക്കളയായിട്ട് തീരുമാനിച്ചിരുന്നത്. പണിത് വന്നപ്പോൾ തീരെ സ്പേസ് ഇല്ലാത്തൊരു റൂമായി മാറിയതുകൊണ്ട് അത് തട്ടിക്കളഞ്ഞ് ഹോളിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടാ. അപ്പോൾ ഒരു സൈഡിൽ ഫ്രിഡ്ജും ഒരു സൈഡിൽ വാഷ് ബേസിനും അങ്ങനെ അറേഞ്ച് ചെയ്ത് കാണും. ഭാവിയിൽ നമുക്കതൊരു കമ്പ്യൂട്ടർ റൂമായിട്ടോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കുന്നത്. പിന്നെ നേരെ അടുക്കള അടിപൊളിയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് നമ്മളിപ്പോൾ പോകണില്ല, നമ്മൾ നേരെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കാണാൻ തിരിച്ചു പോകുന്നു. അടുക്കള ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ തിരിച്ച് ഡോറ് തുറക്കുമ്പോൾ ഒരു ഭാഗം കോണിപ്പടിയാണെങ്കിൽ ഒരു ഭാഗം നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം, 12x10 എന്നൊക്കെ പറയില്ല, അത്രയും വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. അവിടെയും ഫർണിച്ചറിനൊന്നും പറയാനില്ല, 2 ജനലകളാണ് ഉള്ളത്. ഒരു കട്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. കബോർഡ് വർക്കൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ലോണിൻ്റെയൊക്കെ ലാസ്റ്റ് വീടൊക്കെ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ കുറേ സാഹചര്യങ്ങളുണ്ടല്ലോ, വീഡിയോ മുന്നേ തുടങ്ങി കാണുന്നവർക്ക് അറിയാം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയെന്നൊക്കെ. അങ്ങനെ കബോർഡ് വർക്ക് അവിടെ ആണ് കബോർഡ് കേട്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്ത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ബാത്റൂമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് തുറന്ന് കാണിക്കാനായിട്ട് നിന്നില്ല എന്ന് മാത്രം. സാധാരണ വാഷ് ബേസിനും എല്ലാതും അടങ്ങിയ നല്ല അടിപൊളി ഒരു ബാത്റൂമുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത റൂം എന്ന് പറയില്ല, ചെറിയൊരു റൂം എന്ന് പറയില്ലേ, ഇത് 10x10 ആണോ എന്ന് തോന്നുന്നു, എനിക്ക് അത്ര ശരിക്കും അങ്ങോട്ട് അറിയില്ല കേട്ടോ ഈ റൂമിൻ്റെ വലിപ്പം. അവിടെ ഇത് അമ്മയ്ക്ക് വേണ്ടി പണിതായിരുന്നു. അമ്മ ഒരു ദിവസം മാത്രം കിടന്നു. എന്നുവെച്ചാൽ വീടിൻ്റെ ഫുള്ള് വാർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ അസുഖം കൂടിയ സമയത്ത്. പക്ഷെ ഒരു ദിവസം കിടക്കണമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഈ റൂമും ഇതിൻ്റെ ബാത്റൂമും മാത്രം റെഡിയാക്കി അമ്മേനെ ഒരു ദിവസം കൊണ്ടുവരികയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതൊരു ഡ്രസ്സിങ് റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആങ്ങളെയും നാത്തൂനും മാത്രമല്ലേ ഇപ്പോൾ അവിടെയുള്ളൂ. അപ്പോൾ ഒരു റൂം തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് ഞങ്ങളൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു ഡ്രസ്സിങ് റൂമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബാത്റൂമുണ്ട്. എല്ലാ റൂമിലും ബാത്റൂമിൻ്റെ മേലെയായിട്ട് ഇതേപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. നമുക്ക് എന്തൊക്കെ എടുത്തു വയ്ക്കണമെങ്കിൽ അത് എടുത്തു വയ്ക്കാം. അപ്പോൾ കബോർഡിൻ്റെ ഡോറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കാണില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ആ റൂമിൻ്റെ വിശേഷം അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെയൊക്കെ ഓരോ പടിയും ഗ്രാനൈറ്റ് ഓരോന്നാണ് പതിച്ചിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലും ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ളടത്തൊക്കെ ടൈലാണ്. കൂട്ടുകാരെ മക്കൾ ആരെങ്കിലും +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ +2 കഴിയാൻ പോണവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും, ഒരു ഐഡിയ കിട്ടാനായിട്ട്.
കിട്ടാത്തവർ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് ടാലൻറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ഇനി നമുക്ക് +2 കഴിഞ്ഞിട്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയായാലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ MBA ആയാലും BCom ആയാലും അതുപോലെ BSc നഴ്സിങ്ങോ ബാംഗ്ലൂരോ ചെന്നൈയിലോ ഒക്കെ പഠിക്കണമെന്ന് വിചാരിക്കണവരുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ ഇന്നത് പഠിച്ചാൽ എന്തൊക്കെ ജോലി ചെയ്യാം എന്നൊക്കെ നമുക്കൊരു ഐഡിയ കുറവൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ഒക്കെ ഉണ്ടാവും. അപ്പം അതിനെ കുറിച്ച് ഒരു ഐഡിയാസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ടാലൻറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. പിന്നെ അതുപോലെ ഫീസിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയാം എത്ര രൂപ വരും, നമുക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുകയും കൂടിയും അവർ ചെയ്യും. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് കോൺടാക്റ്റ് നമ്പർ കൊടുത്തതിനായാലും ഈ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് ആ മുകളിൽ കയറി വരുമ്പോൾ ഇതേപോലെ നമുക്ക് അവിടെ നിന്ന് താഴത്തേക്ക് നോക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. പക്ഷേ സ്പേസ് ചെറുതാണെന്ന് മാത്രം. അതേപോലെ പുറത്തേക്ക് ഇതേപോലെ ഒരു ജനലുണ്ട്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ അവിടെ ഓരോ റൂമുകൾ എടുക്കണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഈ നടുവിൽ മാത്രം ഒരു ബെഡ്റൂം മാത്രമാണ് ഇപ്പോൾ പണിതിട്ടുള്ളത് കേട്ടോ. പുറത്തേക്ക് പോകാൻ 2 ടെറസിലേക്കും ഓരോ ഡോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കോണി കയറി വരുന്നിടത്ത് തന്നെ ടെറസിലേക്കുള്ള വാതിലൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് അവിടെ. ഒരു പരിപാടി ഫംഗ്ഷനോ ചെറിയൊരു ഫംഗ്ഷനൊക്കെ വയ്ക്കാൻ പറ്റിയ അത്രയ്ക്കും സ്പേസ് അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തും ഉണ്ട് നമ്മുടെ അടുക്കളയുടെ ഭാഗം വാർത്ത. അതിൻ്റെ തൊട്ട് സൈഡ് പോലെ സൈഡ് അല്ല, അതിനേക്കാൾ നല്ല വീതി ഉണ്ടല്ലോ, അതും അവിടെ ഉണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. അവിടെ നിന്ന് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി. രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തെ സൈഡിൽ കിടക്കാൻ പറ്റില്ല. അവിടെ ആ ബാത്റൂമിൻ്റെ ചുമരായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അത് അങ്ങോട്ട് ആ സൺസൈഡ് മുക്കി ഇറങ്ങാനുള്ള ഒരു സ്ഥലം വഴി അല്ല എന്താ പറയുക, ഡോർ വയ്ക്കണ പോലെയൊക്കെ ഉണ്ട്. നമുക്ക് ക്ലീൻ ആക്കാനോ അങ്ങനെയൊക്കെ ഇറങ്ങണമെങ്കിൽ അതൊക്കെ എല്ലാ വീടിനും ഇടുന്നതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ അതാ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും അത്ര അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടില്ല, ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാം. നേരെ നേരെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടെറസിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് കേട്ടോ. അവിടെ ചെറിയൊരു ജനല കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ബെഡ്റൂമിലേക്ക് നമുക്ക് ലാസ്റ്റ് പോകാം. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്നാമത്തേൽ മഴ പെയ്യുന്നതാണ്, അപ്പോൾ അലുമിനിയം ചെയ്യാൻ പറ്റിയ. പിന്നെ നമ്മൾ കയറി വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്കാണ്, ഈ ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭംഗി വേണമല്ലോ, അത് കാരണം കൊണ്ട് അവിടെ സ്റ്റീലിൻ്റെ തന്നെ ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഇങ്ങനെ വീതിയിൽ വാർത്തിട്ടുണ്ട്. വന്നിരുന്നൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടോ ഒക്കെ ഇരിക്കാൻ. ഇവിടെ കൂടുതലും തണലാണ് കേട്ടോ. ഏറെക്കുറെ സമയങ്ങളിൽ ഉച്ച നേരത്ത് മാത്രം ഇത്തിരി നേരം വെയിലുള്ളൂ, ബാക്കിയൊക്കെ തണലാണ് ഈ ഭാഗത്ത്. അപ്പോൾ തുണി തോരാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ വന്നിരിക്കാനും അത്യാവശ്യം വേണമെങ്കിൽ ഫുഡ് കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ ബെഡ്റൂം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ബാത്റൂമും ഉണ്ട് അവിടെ, 2 അപ്പുറത്തെ ഇവിടുത്തെയും 2 ജനലകളുണ്ട്. വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല കേട്ടോ. താമസം ഇവിടെ അങ്ങനെ കിടക്കണമൊന്നുമില്ല. ഞങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് പോകുന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നും തുടങ്ങിയിട്ടില്ല. അത്ര ആൾക്കാരല്ലേ ഇപ്പോൾ അവിടെയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വന്ന് കിടക്കാനായിട്ട് 2 തലോണ ആ മൂലക്കിരിക്കുന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമുക്കിനി താഴത്തേക്ക് പോയിട്ട് അടുക്കളയും കൂടിയല്ലേ കാണാനുള്ളൂ. അപ്പോൾ അതും അതുപോലെ തന്നെ പരിസരം ചുറ്റുപാടും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ, ഫ്രണ്ടല്ലേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി നേരെ കാണുന്നതാണ് നമ്മുടെ അടുക്കള. നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. ബെഡ്റൂമൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ അടുക്കളയാണ് അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അടുക്കളയെന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോറ് തുറന്ന് കണ്ടില്ല, എൽ ഷേപ്പാണ്. പക്ഷേ ഈ എൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല നീളത്തിലാണ് കേട്ടോ. പുകയില്ലാത്ത അടുപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ചിമ്മിനി ഞാൻ തോന്നുന്നുണ്ടെങ്കിലും ചിമ്മിനി ഒന്നല്ല, അവിടെ വെറുതെ അങ്ങനെ ഒന്ന് വാർത്ത് വെച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ജനല കൊടുത്തിട്ടുണ്ട്, 2 ഡോറിൻ്റെ. ഇപ്പുറത്ത് 3 ഡോറിൻ്റെ ഒരു ജനാല കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അടുപ്പ് കഴിഞ്ഞ് നീളത്തിൽ അങ്ങനെയാണ്. കൂട്ടുകാർക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മളെപ്പോഴും അടുക്കള പണിയുമ്പോൾ സമചതുരനായിട്ട് പണിയാണ്ട് ചിലവർ സമചതുരനായിട്ട് പണിതിട്ട് യു ഷേപ്പിൽ എടുക്കണവരുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള അടുക്കളയാണ് കേട്ടോ. നല്ല സൗകര്യമായിട്ട് ഇങ്ങനെ നീളത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് അടുക്കളയിൽ ഫുട്ബോൾ കളിക്കൊന്നും വേണ്ടല്ലോ, നേരെ നിന്നിങ്ങനെ ജോലികൾ ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ട്, ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും നിരന്ന് നിന്ന് ജോലി ചെയ്യാനായിട്ട് എനിക്കെപ്പോഴും കൂടുതൽ സൗകര്യം ഇങ്ങനെ തോന്നാറ് പതിവുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്ന് പറയാനില്ല, ഒരു മിക്സി ഉണ്ട്, പിന്നെ അടുപ്പുണ്ട്, പിന്നെ വാഷ് ബേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതിൻ്റെ മേലെയൊക്കെ വെക്കണമെങ്കിൽ വെക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ താഴെ കബോർഡ് വർക്ക് ഞാൻ പറയില്ലേ, കബോർഡ് വർക്കൊക്കെ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ, വന്ന് പണിതിട്ടോ ഒന്നുമില്ല. പ്ലംബിങ് തന്നെ ചില ഭാഗത്ത് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇനി കാണിക്കാം.
ഇനിയിപ്പോൾ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാവും വീട്ടിലേക്ക് പോവുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ക്രിസ്മസിന് പോയപ്പോൾ ഇങ്ങനൊരു ഹോം ടൂർ എടുക്കാൻ കാരണം കേട്ടോ. ഇപ്പോൾ പാത്രങ്ങളൊക്കെ അടിയിൽ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചക്കറികളും നമ്മുടെ ഗ്രോസറി ഐറ്റംസും അരി അങ്ങനെ എല്ലാ സംഭവങ്ങളും അടിയിൽ വെച്ചിട്ടുണ്ട്. വിറക് പിന്നെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ളത് മാത്രമാണ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവയ്ക്കണുള്ളൂ കേട്ടോ. അത് തന്നെയാണല്ലോ ഒരു ഭംഗി, കണ്ടില്ലേ? ഇത്രയും വലിപ്പമുണ്ട് അടുക്കളയ്ക്ക്. എന്നാൽ അത്ര വീതി കുറവൊന്നുമില്ല, നീളമുണ്ടെന്ന് വെച്ചിട്ട് അത്യാവശ്യം വീതിയും നീളമുള്ള നല്ലൊരു അടുക്കളയാണ് കേട്ടോ. ഇനി നമുക്ക് വർക്ക് ഏരിയയിലും മുറ്റൊന്നും അത്ര വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. വീട് പണി കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇനി ഹിറ്റാച്ചി വന്ന് അതൊക്കെ വൃത്തിയാക്കുമെന്നാണ് പറഞ്ഞതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം പോകുമ്പോഴേക്കൊക്കെ ശരിയാവുമായിരിക്കാം. അപ്പോൾ അത് ആ മുറ്റമൊക്കെ ഇങ്ങനെയാണ്. ടൈമാറ്റിലൊക്കെ മുന്നിലാണ് കിടന്നിരുന്ന നമ്മുടെ നാത്തുവിൻ്റെ പണിയാണ് ഇവിടെയൊക്കെ കൊണ്ടിട്ടത്. അപ്പോൾ അതാ ഇവിടെയും കുറേ ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ മാറി മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു വാഷ് ബേസിനും അതുപോലെ ഒരു വാഷിംഗ് മെഷീനും ഒക്കെ ഇടാനുള്ളൊരു സൗകര്യം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ബാത്റൂമൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. ഒരു കന്നിമൂലയാന്നൊക്കെ പറഞ്ഞ് അത് പിന്നെ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ റൂമിലും ബാത്റൂം ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ധാരാളം. പിന്നെ ഇവിടെ നമ്മൾ വീട് പണിതപ്പോൾ മുറിച്ച മരങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തേക്ക് കത്തിക്കാനുള്ള വിറകുണ്ട്. ഉണങ്ങി ഒരു പരുവായതാണ് കേട്ടോ. മോൾ ഭാഗത്തേക്ക് നോക്കി അടിപൊളി അന്തരീക്ഷമാണ് ഇന്ന് അല്ലേ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞതാ ഇത് നമ്മുടെ മുന്നുണ്ടായിരുന്ന കിണർ, അതായത് ഈ ഞങ്ങളുടെ പറമ്പും അതിൻ്റെ അപ്പുറത്തെ പറമ്പൊക്കെ ഞങ്ങളുടെ മുത്തച്ചാച്ചിൻ്റെ ആയിരുന്നു. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു കിണറായിരുന്നു അതായിരുന്നു ഞങ്ങളും വലിച്ചിൻ്റെവരും അപ്പുറത്തെ വീട്ടുകാരൊക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കിണർ എന്നുള്ള നിലയ്ക്ക് വീട് പണിയുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളൊരു കിണർ കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് കാണുന്നത് കോഴിക്കോടാണ്. കോഴികളൊക്കെ ചത്തുപോയി എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല കോഴികളൊന്നും. പിന്നെ മുറ്റമൊക്കെ പറമ്പൊക്കെ അലങ്കോലം തന്നെയാണ്. ഇനി അത് ഒരേ സൈഡായിട്ട് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നല്ലൊരു പണിയുണ്ട്. പിന്നെ ഇരുമ്പമ്പുളി പണ്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത് പിടിച്ച് വരണേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഒരു പ്രാവശ്യം ഇരുമ്പമ്പുളിയൊക്കെ ഉണ്ടായി, അത് നാത്തും പൊട്ടിച്ച് അച്ചാറൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു. ഇപ്പോഴും കുറച്ച് ഇരുമ്പമ്പുളി നിൽക്കുന്നുണ്ട്, കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് അച്ചാറിടണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതേപോലെ നിറയെ കോവൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കോവയ്ക്കൊന്നും ഉണ്ടായത് കാണാനില്ല, പക്ഷേ ആ ജാതിക്കമ പടർന്നിട്ട് ജാതി ആകെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമ്മക്കൊക്കെ വെട്ടി കളഞ്ഞു കേട്ടോ കോവലൊക്കെ. പിന്നെ താഴത്തൊക്കെ പടർന്നിട്ടുണ്ട്. ജാതിയൊക്കെ കണ്ട മണ്ണൊക്കെ കിടക്കണ കാരണം അതൊക്കെ ഉണങ്ങിപ്പോയി. ഇനി അതൊക്കെ എന്താ പറയുക, JCB ഒക്കെ വന്ന് പരത്തി ഇട്ട് മുറ്റമൊക്കെ വൃത്തിയാക്കണം. പിന്നെ അങ്ങനെ വന്നാൽ നമ്മൾ വീണ്ടും ഉമ്മറത്തേക്ക് വന്നില്ലേ, ആ ഒരു രീതിയാണ് കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചതാണല്ലോ, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കാണിച്ചതല്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതാണ് നമ്മൾ വീണ്ടും തിരിച്ച് ഉമ്മറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനും ശബ്ദം കൊടുക്കാനും മുകളിൽ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അപ്പോൾ പിള്ളേരും ചേട്ടനും ഒക്കെ അന്വേഷിച്ച് വരും. അങ്ങനെ അന്വേഷിച്ച് വന്നതാണ് കണ്ടത്. കമൻറ്റ് എഴുതാൻ ഭയങ്കര മടി കാണിക്കുന്നുണ്ട്. കമൻറ്റ് എഴുതാൻ മടി കാണിക്കുകയേ ചെയ്യരുത് കേട്ടോ.